അപ്പോൾ എങ്ങനെയാണ് അവിടെ ഒരു ട്രേഡ് മാർക്ക് ചെയ്യേണ്ടത്? എന്താണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ? ട്രേഡ് മാർക്കിനെ കുറിച്ച് പറയുമ്പോൾ അതായത് ഇന്ത്യയിൽ പൊതുവെ സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് ട്രേഡ് മാർക്ക് എടുക്കുന്നത് കാണാറുണ്ട്. യു എയിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡ് മാർക്ക് എടുക്കുന്ന ആളുകൾ പണ്ട് കാലത്ത് വളരെ കുറവ്. യു എയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇപ്പോൾ ഒരു 20,000 25,000 ഇന്ത്യൻ രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ് മാർക്ക് എടുക്കാൻ പറ്റും. അവിടെ കുറച്ച് കോസ്റ്റ് ഇവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ്. യു എയിൽ ഏകദേശം നിങ്ങൾക്കൊരു 7,500 7,600 ദിർഹംസ് വരും ഈ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാൻ. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ട്രേഡ് മാർക്ക് 10 വർഷത്തേക്കാണ്. റിയാസ് ഭായ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും കൊടുക്കാതെ തന്നെ ഡയറക്റ്റ് സബ്ജക്റ്റിലേക്ക് കടക്കാനായിട്ട് പോകണം. ഇപ്പം നമ്മൾ ട്രേഡ് ലൈസൻസിനെ കുറിച്ചും അതിൻ്റെ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്ന കാര്യങ്ങളും അത് ഏത് ലൈസൻസ് ആണെന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പല പല എപ്പിസോഡിലും ചെയ്തു. അതുപോലെ തന്നെ ഒരു വലിയൊരു ഫാക്ടറാണ് ട്രേഡ് മാർക്ക് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതൊരു ബ്രാൻഡിനെയും ട്രേഡ് മാർക്ക് പ്രൊട്ടക്ഷൻ വരിക എന്നുള്ള വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതിനെക്കുറിച്ചാകാം ഇന്നത്തെ ഒരു ഡിസ്കഷൻ ആക്ച്വലി. അപ്പോൾ എങ്ങനെയാണ് അവിടെ ഒരു ട്രേഡ് മാർക്ക് ചെയ്യേണ്ടത്? എന്താണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ? ട്രേഡ് മാർക്കിനെ കുറിച്ച് പറയുമ്പോൾ അതായത് ഇന്ത്യയിൽ പൊതുവെ സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും പെട്ടെന്ന് ട്രേഡ് മാർക്ക് എടുക്കുന്നത് കാണാറുണ്ട്. യു എയിൽ ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകളോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡ് മാർക്ക് എടുക്കുന്ന ആളുകൾ പണ്ട് കാലത്ത് വളരെ കുറവായിരുന്നു. ഞാൻ ഈവൻ വലിയ രീതിയിൽ പ്രശസ്തി ആർജിച്ചിട്ടുള്ള വലിയ കമ്പനികളൊക്കെ ഉണ്ട് ജ്വല്ലറി സെക്ടറിലൊക്കെയുള്ള, പിന്നീട് നിർത്തിപ്പോയ കമ്പനികളൊക്കെ ആയിട്ടുള്ള ബ്രാൻഡ് ഞാൻ പറയുന്നില്ല. അവരോട് ഞാൻ ചോദിച്ച സമയത്ത് അത് വിൽക്കാൻ വെച്ച സമയത്തൊക്കെ ചോദിച്ചപ്പോൾ ട്രേഡ് മാർക്ക് ആരാണ്, അതായത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്നുള്ള കാറ്റഗറിയിലാണ് പല ഇതൊക്കെ വരുന്നത് ട്രേഡ് മാർക്ക്. അത് ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ ട്രേഡ് മാർക്ക് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ പഴയകാല ബിസിനസ്സുകാർ അതിനെ കുറിച്ചിട്ട് ശ്രദ്ധിക്കാറില്ല. യു എയിൽ 7 എമിറേറ്റ്സ് ആണ്. ഓക്കെ, ഈ 7 എമിറേറ്റ്സിലും 7 എക്കണോമിക് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് ട്രേഡ് ലൈസൻസ് ഇഷ്യൂ ചെയ്യാൻ. ട്രേഡ് മാർക്ക് ഇഷ്യൂ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എക്കണോമിയാണ്. അത് ഫെഡറൽ ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. അപ്പോൾ ഒരു ട്രേഡ് മാർക്ക് ഒരു കമ്പനിക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓൾ ഓവർ യു എയിൽ ആ കമ്പനിയുടെ ആ ട്രേഡ് മാർക്ക് പ്രൊട്ടക്റ്റഡ് ആയി. അപ്പോൾ ഇന്ത്യയിലായാലും നമ്മൾ ട്രേഡ് മാർക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ട്രേഡ് മാർക്ക് ഓൾ ഓവർ ഇന്ത്യ പിന്നെ ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ യൂസ് ചെയ്താൽ നമുക്കത് കേസ് കൊടുത്ത് അതിനെ മാറ്റിയെടുക്കാനായി സാധിക്കും. മാത്രമല്ല ട്രേഡ് മാർക്കിന്റെ വയലേഷൻ എന്നൊക്കെ പറയുന്ന വലിയ രീതിയിൽ നമുക്ക് നഷ്ടപരിഹാരം ചോദിക്കുന്ന വലിയ കേസുകളാണത്. അപ്പോൾ യു എയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇപ്പോൾ ഒരു 20,000 25,000 ഇന്ത്യൻ രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രേഡ് മാർക്ക് എടുക്കാൻ പറ്റും. അവിടെ കുറച്ച് കോസ്റ്റ് ഇവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലാണ്. യു എയിൽ ഏകദേശം നിങ്ങൾക്കൊരു 7,500 7,600 ദിർഹംസ് വരും ഈ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാൻ. പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ട്രേഡ് മാർക്ക് 10 വർഷത്തേക്കാണ്. നമ്മളൊരു ട്രേഡ് ലൈസൻസ് എടുക്കുന്നത് 1 വർഷത്തേക്കാണെങ്കിൽ ട്രേഡ് മാർക്ക് 10 വർഷത്തേക്കുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അത് ഇവിടെ ആയാലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഓരോ ക്ലാസിഫിക്കേഷനാണ്. ഇപ്പോൾ എൻ്റെ കിൽട്ടൺസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ, അതായത് സർവീസ് സെക്ടറിലുള്ള മാനേജ്മെന്റ് കൺസൾട്ടൻസി, അതല്ലെങ്കിൽ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അക്കൗണ്ടിങ് ബുക്ക് കീപ്പിംഗ്, ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ ഞാൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കിൽട്ടൺ അതിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. പക്ഷെ ഇബാദക്കാർക്ക് വന്നിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിളിന്റെ കച്ചവടം കിൽട്ടൺ എന്ന് പറഞ്ഞ് ചെയ്താൽ എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റൂല. കാരണം ഞാൻ അത് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു പെർട്ടിക്കുലർ ക്ലാസിഫിക്കേഷനിലാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാത്തിലും എടുക്കാൻ പറ്റും? എല്ലാത്തിലും തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ ഓരോ ക്ലാസിഫിക്കേഷനും ഈ പറയുന്ന സെയിം എമൗണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം. നാട്ടിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതാണ് ലോകത്ത് എല്ലായിടത്തും ഏകദേശം ക്ലാസിഫിക്കേഷൻ ഒന്ന് തന്നെയാണ്. ക്ലാസ് 41 എന്ന് പറയുന്നത് ഇന്ന കാറ്റഗറി ആണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ അത് തന്നെയാണ് ദുബായിലും. അപ്പോൾ നമ്മൾ സാധാരണ ഇന്ത്യയിലുള്ളപ്പോൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഒരു വലിയ ബ്രാൻഡ് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ട്രേഡ് മാർക്ക് ദുബായിലും കൂടി എടുക്കണം, അല്ലെങ്കിൽ യു എയിൽ എടുക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് 2 തരത്തിൽ എടുക്കാം. ഇവിടെയുള്ള കമ്പനിയുടെ പേരിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അവിടെ അപ്ലൈ ചെയ്യാം. ഇവിടെ നിന്നുള്ള ട്രേഡ് മാർക്കിന്റെ ആളെ വെച്ചിട്ട് ഇവിടെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാം. അതിനവിടെ ബിസിനസ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ അവിടെയുള്ള ഒരു റെസിഡൻസ് വിസക്കാരന് മാത്രമേ അവിടെ വന്നിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. യു എ റെസിഡന്റ് ആയിരിക്കണം ആ ട്രേഡ് മാർക്ക് നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാനായിട്ട്. അത് ഇൻഡിവിജ്വലിന്റെ പേരിലാണ് ഞാൻ പറയുന്നത്. ഒരു കമ്പനിയാണെങ്കിൽ കമ്പനിന്റെ പേരിലായിരിക്കും. അപ്പൊ കമ്പനിന്റെ പേരിൽ കഴിയുമ്പോൾ കമ്പനിയിലെ എല്ലാ പാർട്ട്നേഴ്സിനും അതിൽ അവകാശം വന്നു ഓട്ടോമാറ്റിക്. സാധാരണ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം, ഒരു കമ്പനി 3-4 പാർട്ട്ണർ തുടങ്ങിയിട്ട് ട്രേഡ് മാർക്ക് ഒരു പാർട്ട്ണർ പോയിട്ട് അത് രജിസ്റ്റർ ചെയ്ത് കളയും.
യെസ്. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ട്രേഡ് ലൈസൻസ് ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ ട്രേഡ് മാർക്കിന്റെ ഒരു ക്ലാസ് കൊടുക്കാറാണ് പതിവ്. കൊടുക്കണം. ഇപ്പോൾ ഓട്ടോ സ്പെയർ പാർട്സ് എന്ന് പറയുന്ന എൻ്റെ ഒരു ക്ലയന്റ് ഓട്ടോ സ്പെയർ പാർട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ പോയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ട്രേഡ് മാർക്ക് അദ്ദേഹത്തിൻ്റെ രജിസ്റ്റർ ചെയ്തു. പക്ഷെ അദ്ദേഹം സെല് ചെയ്യുന്നത് ഹെവി എക്യുപ്മെന്റ്സ് ആണ്. ഹെവി എക്യുപ്മെന്റ്സിന് സ്പെയർ പാർട്സ് ആണ്, വലിയ ട്രക്കുകൾ, വലിയ അപ്പോൾ അത് അവിടെ പ്രൊട്ടക്റ്റ് ആയില്ല. അത് ഹെവി എക്യുപ്മെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഡിഫറൻറ്റാ. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ട് വേണം നിങ്ങൾ ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട്. ഇതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം റിയാസ്, ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഇബാദു ഫർണിച്ചർ ഷോപ്പ് എന്ന് പറഞ്ഞ ഷോപ്പ് ഞാൻ ദുബായിൽ തുടങ്ങി, അതിന് ട്രേഡ് മാർക്ക് എടുക്കാൻ പറ്റുമോ? അങ്ങനെ അപ്പോൾ നിങ്ങൾ ക്ലാസിഫിക്കേഷൻ ഒരു പെർട്ടിക്കുലർ വേർഡ് ഫർണിച്ചർ എന്നുള്ള സാധനമൊക്കെ വന്നില്ലേ? അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഇല്ല, ഫേർണിച്ചർ എന്ന് പറയുന്നത് നിങ്ങളെ പേരിന്റെ കൂടെ ചേർക്കുകയാണെങ്കിൽ അത് അതുപോലെ തന്നെ വരും. ഇബാദുർ റഹ്മാൻ എന്ന് മാത്രം നിങ്ങളെ പേരാണ്. എന്നിട്ട് നിങ്ങൾ ഫേർണിച്ചർ കാറ്റഗറി, അതായത് ആ ക്ലാസിഫിക്കേഷനിൽ രജിസ്റ്റർ ചെയ്താൽ ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞിട്ട് ആർക്കും അതിനകത്ത് എടുക്കാൻ സാധിക്കില്ല. അത് നേരെ ഇബാദുർ റഹ്മാൻ ഫേർണിച്ചർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ പേര് പ്രൊട്ടക്റ്റഡ് ആവും. അപ്പോൾ ചെറിയതാകുമ്പോൾ അത് എല്ലാത്തിലും പ്രൊട്ടക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ്. അത് കുറച്ച് പറഞ്ഞു തരാനുണ്ട്. ഇപ്പൊ നമ്മൾ ഓരോരുത്തരുടെ കേസ് ഡിഫറെന്റ് ആയിരിക്കും. ഏതെങ്കിലും പെർട്ടിക്കുലർ വേർഡിന് ട്രേഡ് മാർക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ആക്ച്വലി അത് മതപരമായ കാര്യങ്ങളുടെ ഒക്കെ വരുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ജീസസ് അല്ലെങ്കിൽ അള്ളാഹ് എന്നൊക്കെ പറഞ്ഞ ട്രേഡ് മാർക്കിനൊക്കെ കൊടുത്താൽ അത് പ്രൊട്ടക്ട് ചെയ്യാൻ എന്താ പറയാ പറ്റില്ല, അങ്ങനെ എടുക്കാൻ സാധിക്കില്ല മതപരമായിട്ടില്ല. പിന്നെ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അവരെ സെർച്ച് ചെയ്യും. ഒരു ട്രേഡ് മാർക്ക് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ നേരെ ട്രേഡ് മാർക്കിലേക്ക് ഫയൽ ചെയ്യല്ല ചെയ്യുക. നമ്മൾ 550 ദിർഹംസ് കൊടുത്തിട്ട് ട്രേഡ് മാർക്ക് മിനിസ്ട്രി ഓഫ് എക്കണോമിയിൽ സെർച്ച് ചെയ്യും. ഇബാദുർ റഹ്മാൻ ഫർണിച്ചർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫർണിച്ചറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ലിസ്റ്റ് നമ്മളെടുത്ത് കൊടുക്കും. എന്നിട്ട് അത് നിലവിലില്ലെങ്കിൽ മാത്രം ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇപ്പോൾ ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അവര് എല്ലാത്തിനും പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ സൂപ്പർ ബ്രാൻഡിങ് ഒരു സംവിധാനമുണ്ട്. ഇപ്പൊ പെപ്സിയൊക്കെ ആ കാറ്റഗറിയിൽ വരുന്നത്. അപ്പൊ എല്ലാത്തിലും പ്രൊട്ടക്റ്റഡ് ആയി മാറും. അതിലേക്ക് എത്തണമെങ്കിൽ അതൊരു ഒരുപാട് ചർച്ച ചെയ്യേണ്ട സാധനം. ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കുറേ ഉണ്ട്. ഇപ്പൊ ട്രേഡ് മാർക്ക് മാത്രമല്ല, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ്, പാറ്റന്റ് ഇങ്ങനെ പോകുന്നു. കോപ്പിറൈറ്റ് ഒക്കെ 50 വർഷം കിട്ടുന്നതാണ്. അപ്പൊ നമ്മള് ഒരു പുസ്തകം നിങ്ങൾ എഴുതി, അത് ട്രേഡ് മാർക്ക് അല്ല ചെയ്യുക, അത് കോപ്പിറൈറ്റ് ചെയ്യുക. നമ്മളിപ്പോ വെബ്സൈറ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വെബ്സൈറ്റിന് താഴെ ഉണ്ടാവും കോപ്പിറൈറ്റഡ്, അത് കോപ്പിറൈറ്റ് ആണ്. ഇപ്പോൾ അതേസമയം നിങ്ങളൊരു മരുന്ന് കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ഒരു പിന്നെ ഫുഡിന്റെ ഒരു റെസിപ്പി കണ്ടുപിടിച്ചു, അതിന് പാറ്റന്റ് എടുക്കുക ചെയ്യുക. ഈ സാധാരണഗതിയിൽ ട്രേഡ് മാർക്ക് ഒരുപാട് നാൾ നിൽക്കുന്ന ഒരു പ്രൊസീജിയർ ആണോ? എങ്ങനെയാണ് ടൈം? അത് ഓരോ രാജ്യത്തിനും ഡിഫറെന്റ് ആണ്. നമ്മളടുത്ത് വരാൻ നേരത്തെ ഞങ്ങൾക്ക് GCC മാത്രം പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓരോരോ കൺട്രിക്കും ഡിഫറെന്റ് പ്രൈസ് ആണ്, ഡിഫറെന്റ് പിന്നെ സമയങ്ങളാണ്. പിന്നെ ഓരോ കാലത്തും സമയങ്ങൾ വ്യത്യാസം വരും. ഇപ്പോൾ UAE കുറച്ച് ഫാസ്റ്റായി കിട്ടുന്നുണ്ട്. ഇടക്കാലത്ത് കുറച്ച് സ്ലോ ആയിരുന്നു. അത് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ കോവിഡ് സമയത്ത് കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് കുറേ ആപ്ലിക്കേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇപ്പോൾ ഏകദേശം പറയുകയാണെങ്കിൽ ഒരു 6 months എടുക്കും. പക്ഷേ UAE ട്രേഡ് മാർക്ക് എടുത്ത് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ വന്നു ഒരു ബ്രാൻഡ് തുടങ്ങി, അതിനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു ഇനീഷ്യലി ആയിട്ടുള്ള സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ് എടുക്കും. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് മാർക്ക് എന്ത് ചെയ്യാം, സൈൻ ബോർഡൊക്കെ യൂസ് ചെയ്യാം. സൈൻ ബോർഡൊക്കെ വെച്ചുകൊണ്ട് യൂസ് ചെയ്യാം. എന്നിട്ട് ഒരു 6 മാസത്തിന് ശേഷം നമുക്ക് രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ കൃത്യമായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനിടയ്ക്ക് എന്തെങ്കിലും റിജക്ഷനോ കാര്യങ്ങളോ വന്നാൽ നമുക്ക് എടുത്ത് മാറ്റേണ്ടി വരും. പക്ഷെ നമുക്ക് പെട്ടെന്നൊരു സ്ഥാപനം തുടങ്ങാനൊക്കെ വേണ്ടി യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. സർട്ടിഫിക്കറ്റ് കൊടുത്താലാണ് എക്കണോമിക് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് സൈൻ ബോർഡിന്റെ പെർമിഷൻ കിട്ടും. അപ്പൊ എന്തായാലും ട്രേഡ് മാർക്ക് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾക്കും നിങ്ങളുടെ സപ്പോർട്ട് ആൾക്കാർക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഒരു വലിയ കടൽ പോലത്തെ വിഷയമാണ്. സംസാരിക്കണം അതിന്റെ ഒരു ഭയങ്കര സീരീസ് തന്നെ നമുക്ക് പ്ലാൻ ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും. അപ്പൊ വീണ്ടും കാണാം. താങ്ക് യു.